സ്റ്റോക്കുകൾ സംസാരിക്കുമോ? അവർ സംസാരിക്കുന്ന ഭാഷ എന്താണ്? ഒരു മനുഷ്യനെ പോലെ സ്റ്റോക്കുകൾക്ക് സന്തോഷവും പേടിയും ദേഷ്യവും ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ സ്റ്റോക്കിന് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള ശരിയായ ആൻസർ. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒന്നുമല്ല. സ്റ്റോക്കുകൾ സംസാരിക്കുന്ന ഒരു രഹസ്യ ഭാഷയുണ്ട്. അത് ചാർട്ടുകൾ, വാർത്തകൾ എന്നിവയുടെ ഭാഷയാണ്. അപ്പൊ ഈ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പല അവസരങ്ങളും നഷ്ടങ്ങളും നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് നമുക്ക് ആ രഹസ്യ ഭാഷയുടെ ആദ്യത്തെ പാഠങ്ങൾ വളരെ ലളിതമായിട്ട് പഠിച്ചു തുടങ്ങാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കും. ഒരു ഭാഷയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഒരു സ്റ്റോക്കിന്റെ വില എന്നത് വെറും അക്കമല്ല. ആ അക്കത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിക്കും. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നിക്ഷേപകരുടെ വികാരങ്ങൾ, അതായത് ഇൻവെസ്റ്റർ സെന്റിമെന്റ് അതിന് പിന്നിലുണ്ട്. ചിലർക്ക് പേടിയാണ്, മറ്റു ചിലർക്ക് ഒരു വല്ലാത്ത അത്യാഗ്രഹമാണ്, ചിലർക്ക് വലിയ കോൺഫിഡൻസ് ആണ്, വേറെ കുറെ പേർക്ക് ഭാവിയെ പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഒരു സ്റ്റോക്കിന് ഒരു വിലയുണ്ടാകുന്നത്. ആ വിലയുടെ ചലനമാണ് സ്റ്റോക്കിന്റെ ഭാഷ. അപ്പൊ നമ്മൾ മനുഷ്യരിങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു. ഉദാഹരണത്തിന് ഐ എം ഹാപ്പി എന്ന് പറയുമ്പോൾ എന്റെ വികാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ സ്റ്റോക്കുകൾ സംസാരിക്കുന്നത് അതിന്റെ വില, അതായത് പ്രൈസ്, കാൻഡിൽ സ്റ്റിക്സ്, പിന്നെ വോളിയം, ഏർണിങ്സ്, അതുപോലെ തന്നെ ന്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള പല വാക്കുകൾ ഉപയോഗിച്ചാണ്. ഒരു സ്റ്റോക്കിന്റെ വില കൂടുന്നുണ്ടോ എന്നത് ഒരു വാക്കാണ്. ആ സമയത്ത് എത്ര പേർ അത് വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുന്നുണ്ട്, അത് മറ്റൊരു വാക്കാണ്. കമ്പനിയുടെ ലാഭവിഹിതം നല്ലതാണോ, മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടോ, ഇതെല്ലാം ചേർത്ത് വെച്ചാണ് ഒരു സ്റ്റോക്ക് നമ്മളോട് എന്താണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു വാക്കുകൾ ചേർത്ത് വായിക്കാൻ പഠിക്കുന്നതാണ് ഒരു നല്ല ഇൻവെസ്റ്ററുടെ കഴിവ്. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ അർത്ഥം കമ്പനി ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനിയാണ് എന്നല്ല. ചിലപ്പോൾ ഒരു പ്രത്യേക വാർത്ത കാരണം കൂടുതൽ ആളുകൾ ആ സ്റ്റോക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ വില താഴേക്ക് പോകുമ്പോൾ ആ കമ്പനി മോശമായി എന്നർത്ഥമില്ല. പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു മാർക്കറ്റ് പാനിക് ഉണ്ടാവുമ്പോൾ എല്ലാവരും വിൽക്കുന്നതാവാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ വീക്ക് റിസൾട്ട് വന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇന്റർനാഷണലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാവാം. അപ്പോൾ ഇവിടെയാണ് വോളിയം എന്ന വാക്കിന് പ്രാധാന്യം വരുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര ഷെയറുകൾ കൈമാറ്റപ്പെട്ടു എന്നതിന്റെ അളവ് പോലാണ് ഒരു സ്റ്റോക്കിന്റെ വില കൂടുന്നതിനൊപ്പം അതിന്റെ വോളിയവും നല്ല രീതിയിൽ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ധാരാളം ആളുകൾ താല്പര്യത്തോടെ ആ സ്റ്റോക്ക് വാങ്ങുന്നു എന്ന് തന്നെയാണ്. അത് ശക്തമായിട്ടുള്ള ഒരു സിഗ്നലാണ്. വില മാത്രം കൂടുകയും വോളിയം വളരെ കുറവുമാണെങ്കിൽ ആ ഒരു മുന്നേറ്റം അത്ര ശക്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തിരിച്ച് വില കുറയുന്നതിനൊപ്പം വോളിയം കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഒരുപാട് പേര് ആ സ്റ്റോക്ക് വിറ്റൊഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതായത് സെല്ലിംഗ് പ്രഷർ വളരെ ശക്തമാണ്. അപ്പൊ ഒരു ചാർട്ട് ലാംഗ്വേജ്, അല്ല ഒരു സിമ്പിൾ ചാർട്ട് ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഭാഷയിലെ ചില അടിസ്ഥാന വാക്കുകളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് മനസ്സിലാക്കിയ സ്റ്റോക്കിന്റെ ഒരു ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായിട്ട് അപ് ട്രെൻഡ്. ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് ഒരു പടി ഇറങ്ങി 2 പടി കയറുന്ന രീതിയിൽ പതുക്കെ പതുക്കെ മുകളിലേക്ക് പോകുന്നു. അതിനെ അപ് ട്രെൻഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ തവണയും വില കുറഞ്ഞാലും അതിന് മുമ്പത്തെ താഴ്ചയിലേക്ക് എത്താതെ വീണ്ടും മുകളിലേക്ക് തന്നെ കയറി പോകുന്ന ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയാണ് ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു പോസിറ്റീവ് കാഴ്ചപ്പാടായിട്ടാണ് കാണുന്നത്. സെക്കൻഡ് ഡൗൺ ട്രെൻഡ് ആണ്. ഇത് അപ് ട്രെൻഡിന്റെ നേരെ വിപരീതമാണ്. ചാർട്ട് പതുക്കെ പതുക്കെ താഴേക്കാണ് വരുന്നത്. ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് സപ്പോർട്ട്. ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ലെവലിൽ എത്തുമ്പോൾ വീണ്ടും തട്ടി തിരിച്ചു കയറുന്ന പോലെ കാണാൻ കഴിയും. ആ വിലയിൽ വാങ്ങാൻ ഒരുപാട് പേര് താല്പര്യം കാണിക്കുന്നുണ്ടാവും. ആ ഒരു ലെവലിനെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലോർ പോലെയാണ് അത് അവിടെ ഫീൽ ചെയ്യുക. വില അവിടെ തട്ടി മുകളിലേക്ക് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിഫ്റ്റി 50യുടെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇനി നാലാമതായിട്ട് റെസിസ്റ്റൻസ്. ഇത് സപ്പോർട്ടിന്റെ നേരെ വിപരീതമാണ്. വില മുകളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ലെവലിൽ തട്ടി താഴേക്ക് വരുന്നത് കാണാം. ആ ലെവലിൽ എത്തുമ്പോൾ വിൽക്കാൻ ഒരുപാട് പേര് താല്പര്യം കാണിക്കുന്നുണ്ടാവും. ഇതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സീലിംഗ് പോലെ ആക്ട് ചെയ്യും എന്നാണ് പറയേണ്ടത്. അപ്പൊ ഈ 4 വാക്കുകൾ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഒരു സ്റ്റോക്ക് ചാർട്ടിന്റെ അടിസ്ഥാനമായിട്ടുള്ള വ്യാകരണങ്ങളാണ്. അപ്പോ ഒരു സ്റ്റോക്കിന്റെ ഭാഷ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉപാധികളിൽ ഒന്ന് കാൻഡിൽ സ്റ്റിക്ക് സ്റ്റോറി മനസ്സിലാക്കുന്നതാണ്. ഓരോ കാൻഡിൽ സ്റ്റിക്കും ഓരോ ദിവസത്തെ അല്ലെങ്കിൽ മണിക്കൂറിലെ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്തിനുള്ളിലെ വിലയുടെ ഒരു സമ്പൂർണ്ണ രൂപമാണ്. ഒരു ക്യാൻഡിലിന് പ്രധാനമായിട്ട് ഒരു ബോഡിയും മുകളിലും താഴെയും ഓരോ വിക്സുമാണുള്ളത്. അപ്പൊ ഒരു ഗ്രീൻ ക്യാൻഡിൽ അർത്ഥമാക്കുന്നത് ആ സമയപരിധിക്കുള്ളിൽ സ്റ്റോക്ക് തുടങ്ങിയ വിലയേക്കാൾ ഉയർന്ന വിലയിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇത് ബയേഴ്സ് ശക്തമാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു നീണ്ട പച്ച ക്യാൻഡിൽ വളരെ ശക്തമായിട്ടുള്ള വാങ്ങലിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽ അർത്ഥമാക്കുന്നത് സ്റ്റോക്ക് തുടങ്ങിയ
വിലയേക്കാൾ താഴ്ന്ന വിലയിലാണ് ക്ലോസ് ചെയ്തത്. സെല്ലേഴ്സ് ആണ് ആ സമയത്ത് ശക്തം എന്നുകൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ശക്തമായിട്ടുള്ള ഒരു വിൽപ്പനയെ സൂചിപ്പിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ ക്യാൻഡിൽ നോക്കി മാത്രം തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ്. ഒരു അപൂർണമായിട്ടുള്ള വാക്യം പോലെയാണ്. തൊട്ടു മുമ്പത്തെ ക്യാൻഡിലുകൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ട്രെൻഡ് എന്താണ്, വോളിയം എങ്ങനെയാണ്, എന്തെങ്കിലും വാർത്തകളുണ്ടോ, ഇതെല്ലാം ചേർത്ത് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന്റെ യഥാർത്ഥ കഥ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ന്യൂസ് ആൻഡ് ഏർണിംഗ്സ്. സ്റ്റോക്കുകൾ ചാർട്ടുകളിലൂടെ മാത്രമല്ല സംസാരിക്കുന്നത്, വാർത്തകളോടും അവ പ്രതികരിക്കും. ഒരു കമ്പനിയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് മാനേജ്മെന്റ് ഭാവിയെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ ഉൽപ്പന്നങ്ങൾ, ഗവൺമെന്റ് നയങ്ങൾ, RBI പലിശ നിരക്കിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിന്റെ സംസാര ഭാഷയുടെ ഭാഗമാണ്. ഉദാഹരണത്തിന് ഇൻഫോസിസ് പോലെയുള്ള ഒരു വലിയ കമ്പനി പ്രതീക്ഷിച്ചാലും മികച്ച ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം അതിന്റെ സ്റ്റോക്ക് വിലയിൽ വലിയ മുന്നേറ്റം കാണാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് 2024 ജനുവരിയിലെ ഇൻഫോസിസ് അവരുടെ മൂന്നാം പാദത്തിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അത് വിപണി പ്രതീക്ഷിച്ചതിലും അല്പം ഭേദപ്പെട്ടതായിരുന്നു. അതിന്റെ ഫലമായിട്ട് സ്റ്റോക്ക് വിലയിൽ ഏകദേശം 7% വരെ വർധനമുണ്ടായി. അപ്പൊ അതുപോലെ തന്നെ റിസർവ് ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ കമ്പനികൾക്ക് ലോൺ എടുക്കാനുള്ള ചെലവ് കൂടും. ഇത് പല കമ്പനികളുടെയും ലാഭത്തെ ബാധിക്കും. അപ്പൊ ഈ ഒരു ചിന്ത മാർക്കറ്റിൽ വരികയും പൊതുവെ സ്റ്റോക്കുകളുടെ വിലയിൽ ഒരു ഇടിവ് വരാൻ സാധ്യതയുണ്ടാവും. ചുരുക്കത്തിൽ പ്രതീക്ഷകളെ അടിസ്ഥാനമാക്കിയാണ് സ്റ്റോക്കുകളുടെ വില എപ്പോഴും ഉണ്ടാകുകയും അവരുടെ സംസാരം നടക്കുകയും ചെയ്യും. നമുക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഗ്രീൻ ടെക് എന്ന ഒരു കമ്പനി നമ്മൾ നോക്കുകയാണ്. മികച്ച ഒരു ക്വാളിറ്റി റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, ലാഭം കൂടി വരുന്നു, വിൽപ്പന കൂടുന്നു. ഈ വാർത്ത വന്നതോടെ സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകാൻ തുടങ്ങും. അപ്പം വോളിയം കൂടുന്നുണ്ട്, ആളുകൾ ആ സ്റ്റോക്കിനെ പറ്റി പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചാർട്ടിൽ നമ്മൾ പച്ച ക്യാൻഡിലുകൾ കാണുന്നു, അപ് ട്രെൻഡ് തുടങ്ങുന്നു. രണ്ടാമതായിട്ട് വില അങ്ങനെ ഒരു 500 എന്ന നിലയിൽ എത്തിയപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു മടിയുണ്ട്. പലതവണ 500 തട്ടി ചെറുതായിട്ട് താഴേക്ക് വരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് രൂപപ്പെടുകയാണ്. പെട്ടെന്നൊരു ദിവസം ഗവൺമെന്റ് ആ മേഖലയ്ക്ക് അത്ര ഗുണകരമല്ലാത്ത ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. ഒരു ന്യൂസ് ആണ്. ഈ ഗ്രീൻ ടെക്കിന്റെ ഭാവിയെ ബാധിക്കുമോ എന്ന് നിക്ഷേപകർക്ക് പേടിയായി ആളുകൾ കൂട്ടത്തോടെ സ്റ്റോക്ക് വിൽക്കാൻ തുടങ്ങുകയാണ്. ചാർട്ടിൽ വലിയ ചുവന്ന ക്യാൻഡിലുകൾ വരുന്നു, വോളിയം വരുന്നു, സ്റ്റോക്ക് അതിന്റെ അപ് ട്രെൻഡ് അവസാനിപ്പിച്ച് താഴേക്ക് വരികയാണ്. അപ്പൊ അടുത്ത ഘട്ടത്തിൽ വില താഴേക്ക് വന്ന് 400-ലെത്തി. മുമ്പ് ആ വിലയിൽ എത്തിയപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിരുന്നു. ഇത്തവണയും അവിടെ എത്തിയപ്പോൾ വിലയുടെ വീഴ്ചയിൽ നിന്ന് ആളുകൾ വീണ്ടും വാങ്ങി തുടങ്ങി. അവിടെ ഒരു സപ്പോർട്ട് രൂപപ്പെട്ടു. അപ്പൊ ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസിലൂടെ ഏർണിംഗ്സ്, ന്യൂസ്, വോളിയം, ട്രെൻഡ്, റെസിസ്റ്റൻസ്, സപ്പോർട്ട് ഇവയെല്ലാം എങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ സംസാരത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കൊരു പ്രാക്ടിക്കൽ ടേക്ക് അവേ എന്താണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കക്കാരനാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഷ പഠിച്ചു തുടങ്ങിയാൽ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൈസ് മൂവ്മെന്റ് നോക്കുക, സ്റ്റോക്കിന്റെ വിലയുടെ ദിശ എങ്ങോട്ടാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, വോളിയം ചെക്ക് ചെയ്യുക, വിലയുടെ ചലനത്തിന് നല്ല ശക്തി ഉണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ ഭാഷയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് ന്യൂസ് ആൻഡ് ഏർണിംഗ്സ് ഫ്ലോ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കമ്പനിയുടെ റിപ്പോർട്ട് കാർഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് പുതിയ വാർത്തകൾക്കൊപ്പം മനസ്സിലാക്കണം. ഒറ്റ സിഗ്നൽ കൊണ്ട് തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ് 4മത്തെ കാര്യം. ഒറ്റ വാക്ക് കേട്ട് ചാടി വിടരുത്. ചാർട്ടും വോളിയവും വാർത്തയും എല്ലാം ചേർന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം മനസ്സിലാക്കാൻ നമ്മളെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കണം. ഓർക്കുക, സ്റ്റോക്കുകൾ പാറ്റേണുകളിലാണ് സംസാരിക്കുന്നത്. ആ ഭാഷ പഠിച്ചാൽ നിങ്ങളുടെ നിക്ഷേപ യാത്ര കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമായി. അപ്പൊ ഇന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്റ്റോക്കുകൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങളുടെ നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ അവയുടെ ഭാഷയായിട്ടുള്ള അക്കങ്ങൾ, ചാർട്ടുകൾ, വാർത്തകൾ എന്നിവയിലൂടെ അവയെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഷ വായിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അത് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ കൂടുതൽ സമഗ്രമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ചാർട്ട് പാറ്റേണുകൾ എന്ന രഹസ്യ കോഡ് പഠിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ ആ വീഡിയോ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.